നമ്മളിന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു 50 സെന്റ് സ്ഥലവും അതിലൊരു വീടും. അപ്പോൾ അതിന്റെ വിശേഷമാണ് നമ്മളിന്ന് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ കണ്ട റോഡ് ഈ വീട്ടിലേക്ക് ഇറങ്ങുന്ന റോഡാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഇത് ഏകദേശം ഒരു അതിര് ഇവിടെ വരെ വരുന്നുണ്ടേ. ഇവിടെ നിങ്ങൾ നേരെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മളെ വീടൊക്കെ ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മളെ സ്ഥലം തുടങ്ങുന്നത്. പരിസരത്തൊക്കെ കണ്ടില്ല, അങ്ങനെ നല്ല പ്രൈവസി ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ കണ്ട കോൺക്രീറ്റ് റോഡ് അത് നേരെ ബസ് റൂട്ടിലേക്കാണ് പോകുന്നത്. ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു 300 മീറ്റർ ദൂരമാണുള്ളത്. നേരെ നമുക്ക് ഈ വഴിയിലൂടെ ഇങ്ങനെ മുമ്പിലേക്ക് പോകാം. രണ്ട് ഭാഗത്തും ഫുള്ള് ഇതുപോലെ മരങ്ങളാണ്. ഈ സ്ഥലത്ത് ഫുള്ളായിട്ട് മരങ്ങളാണ്. ഇതിൽ കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, തെങ്ങുകളുണ്ട്, കവുങ്ങുകളുണ്ട്, മാവുകൾ, പ്ലാവുകൾ, അങ്ങനെ ഈ സ്ഥലം മുഴുവനായിട്ടും മരങ്ങളാണ്. ഇതിലൊരു 25 സെന്റ് കരയും 25 സെന്റ് വയലായിട്ടാണുള്ള സ്ഥലമുള്ളത്. നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഇപ്പോൾ ചെറിയ വാഹനമൊക്കെ നമ്മളെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വലിയ വാഹനമൊക്കെ വീട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ വീതി കൂട്ടിയെടുക്കാം. ഇവിടെ നമ്മളെ സ്ഥലം അങ്ങനെ വൈഡായി വരുന്നുണ്ട്. ഇവിടെ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ, ഫുള്ളായിട്ട് ഈ 25 സെന്റ് കരയാണ് നമ്മൾ പറഞ്ഞതുപോലെ. 25 സെന്റ് വയലാണ്. ഈ 25 സെന്റ് കരഭാഗത്ത് ഫുള്ളായിട്ട് മരങ്ങളാണ്. ഇടതോറും നിൽക്കുന്ന മരങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. കാപ്പിയൊക്കെ തൈക്കാപ്പികളാണ്, ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. കാപ്പിൻ്റെ ഇടയിലൂടെ എല്ലാ മരങ്ങളും അവർ വെച്ചിട്ടുണ്ട്. കവുങ്ങും തെങ്ങും മാവും പ്ലാവും, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഇതിലുണ്ട്. ബട്ടർ ഫ്രൂട്ട് ഉണ്ട്, ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ കൊക്കോ ഉണ്ട്, മുസമ്പി, അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒരുവിധം എല്ലാ സൈസ് മരങ്ങളും ഈ സ്ഥലത്ത് അവർ നട്ടിട്ടുണ്ട്. നല്ലൊരു സൈലൻ്റ് ഏരിയ ആണ്. പരിസരത്തുനിന്ന് അങ്ങനെ വീടുകളൊക്കെ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു സൈലൻ്റ് ഏരിയയും കൂടിയാണ്. അതുപോലെ നല്ല തണുപ്പും കൂടെ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഭാഗങ്ങളൊക്കെ. നമ്മൾ ഈ സ്ഥലം ഒരു ഹോം സ്റ്റേ നടത്താൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ഹട്ടുകൾ അടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഫ്രണ്ടിലേക്ക് നല്ല വയലിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല മലനിരകളുടെ വ്യൂ ഒക്കെ ഫ്രണ്ടിലേക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ കുറച്ച് കൂടുതൽ സ്ഥലം, അതിലൊരു ചെറിയൊരു വീടൊക്കെ ആഗ്രഹിച്ച് വിളിച്ച ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീട് സ്ഥലം തന്നെയാണിത്. കൃഷിയോട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പറ്റും. അതുപോലെ കന്നുകാലിയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് 25 സെന്റ് വയലും നമ്മൾ പറഞ്ഞു. ഇവിടെ കുളമുണ്ട്, കിണറുണ്ട്, ഒരു തോടൊക്കെ ഉണ്ട്. വെള്ളത്തിനൊക്കെ നല്ല സൗകര്യമുള്ളതുണ്ട്. കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ ആ വീടാണ് നിങ്ങൾ കാണുന്നത്. വീട്ടിൽ 2 ബെഡ്റൂമും ഒരു ബാത്റൂമും ഒക്കെ ഉണ്ട്, കിച്ചനൊക്കെ ഉണ്ട്. വെള്ളത്തിൻ്റെ ടാങ്കൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വീടുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ്, അമ്പലവയൽ ഭാഗത്താണ് ഈ വീടോ സ്ഥലമുള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ നേരെ വയലിലേക്ക് ഇറങ്ങാം. ഇതൊക്കെ നമ്മൾ ആ കരയിൽപ്പെട്ട ഭാഗങ്ങളാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. നല്ലൊരു കുടംപുളിൻ്റെ മരമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കിണറാണ്. തെങ്ങിലൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല നാളികേരം തന്നെയുണ്ട്.
നമ്മളെ സ്ഥലത്തിൻ്റെ ഇതാ നടുവിലൂടെ ഇങ്ങനെ ഒരു തോടൊക്കെ ഉണ്ട്, ഒരു കൈത്തോടൊക്കെ ഒഴുകുന്നുണ്ട്. നമ്മളെ കുളത്തിൻ്റെ ഭാഗത്താണുള്ളത്. ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ആ വയലിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേ. ഇവിടെയൊക്കെ നല്ല ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെയാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. മുസമ്പിയൊക്കെ ഉണ്ടല്ലേ, കാഴ്ച നിൽക്കുന്നുണ്ടല്ലേ. ഇതാണ് നമ്മൾ പറഞ്ഞ കുളം. ഇതൊന്നും കൂടി ഡെവലപ്പാക്കി കഴിഞ്ഞാൽ, കുറച്ച് വലുതാക്കി കഴിഞ്ഞാൽ ഇത് മീൻ വളർത്താനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതാണ് നമ്മളെ വയലിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഈ വയലിലൊക്കെ ഇതുപോലെ നിറയെ മരങ്ങളാണുള്ളത്. നല്ല മണ്ണാണ്, എല്ലാ കൃഷിക്കും പറ്റുന്നൊരു മണ്ണാണേ. ഇവിടെ ഇതാ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ സ്ഥലത്തിൽ പെട്ടതാണ്. 25 സെൻറ്റ് വയലിൽ പെട്ടതാണ്. സൈഡുകളിലൊക്കെ കണ്ടില്ലേ മാവുകളും പ്ലാവുകളൊക്കെ നമുക്കിങ്ങനെ കാണാം. ഇതൊക്കെ നമ്മൾ ആ വയലിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ സ്ഥലത്തു നിന്നുള്ളൊരു കാഴ്ചയാണിത്. നല്ല മലകളുടെ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇതാ കൊക്കൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ നമ്മളെ സ്ഥലത്തുള്ളതാണേ. നല്ല മണ്ണാണ്, എല്ലാത്തിനും പറ്റുന്നൊരു മണ്ണാണേ. കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇതാ പയർ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ആ വയലിൽപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മളെ ഈ സ്ഥലം ടോട്ടൽ 50 സെൻറ്റ് സ്ഥലം. ഇതിൽ 25 വയൽ, 25 കര. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടുണ്ട്. ഒരു ഹോം സ്റ്റേ ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ലൊരു വീട് സ്ഥലമാണ്. നല്ല പ്രൈവസി ഒക്കെ ഉണ്ട്. അതുപോലെ നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. വയനാട് ജില്ലയിലാണ്, അമ്പലവയൽ ഭാഗത്താണ്. ഫുള്ള് മരങ്ങൾ ഇതിൽ നമ്മൾ കണ്ടു. തെങ്ങുകളുണ്ട്, മാവ്, പ്ലാവ് ഉണ്ട്, കാപ്പി, കുരുമുളക് ഉണ്ട്, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. ബട്ടർ ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ മുസമ്പി, ഫ്രാഷൻ ഫ്രൂട്ട്, അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒരുവിധം മരങ്ങളൊക്കെ ഇതിലുണ്ട്. ഫുള്ളായിട്ട് മരങ്ങളാണ് ഇതിലുള്ളത്. നല്ല സ്ഥലമാണ്, പ്രൈവസി ഒക്കെ ഉണ്ട്. ഇതൊരു ഹോം സ്റ്റേ ചെയ്യുന്നവർക്ക് പറ്റും. അതുപോലെ കൃഷിയൊക്കെ ചെയ്ത് കന്നുകാലികൾക്ക് വളർത്തുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റും. ഇതിൽ കുളം, കിണർ കാര്യങ്ങളൊക്കെ, വെള്ളത്തിനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഈ സൗകര്യമുള്ള ഈ സ്ഥലത്തിന് ഇവർ ടോട്ടൽ ചോദിക്കുന്നത് 23 ലക്ഷം രൂപയാണ്. വില കുറഞ്ഞ നല്ലൊരു വീട് സ്ഥലമാണ്. അപ്പോൾ ഇത് ബസ് റൂട്ടൊക്കെ നമുക്ക് അടുത്ത് തന്നെ ഉണ്ട്. ഒരു 300 മീറ്റർ ദൂരത്തിൽ ബസ് റൂട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ്, അമ്പലവയൽ ഭാഗത്താണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.